ഓം സർവീശ്വരായ നമ. അഭ്യുദയം എനിക്കാശു വരുത്തുവാനിപ്പോഴിവിടേക്കെഴുന്നള്ളുക വേണമേ. താപത്രയവും വിഷാദവും തീർന്നു പോകേണം, ആപത്തു മറ്റുള്ളവയും അകന്നിടേണം. ശത്രുനാശം വരേണം, രോഗവിനാശനം വർദ്ധിക്കും ആയസ്, സത്കീർത്തി വർദ്ധനം ആദിത്യഹൃദയ മന്ത്രം ഇതുത്തമമെത്രയും ഭക്തിയാൽ ജപിക്കുന്നു, ഭക്തിയാൽ ജപിക്കിടൂ. അതായത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഈ ഭക്തിയായോടുകൂടി സൂര്യകീർത്തനം ചെല്ലുന്ന എല്ലാവർക്കും ശ്രേഷ്ഠതയും ഉയർച്ചയും അത് കണക്ക് ആരോഗ്യവും ബലവും കിട്ടും. അതിൻ്റെ ഏറ്റവും മുഖ്യമായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൂര്യപ്രകാശം തന്നെയാണ്. അപ്പം ഈ സൂര്യൻ്റെ രശ്മികൾ, അതായത് പാശ്ചാത്യരൊക്കെ ഇവിടെ വരുന്നത് നമ്മുടെ കേരളത്തിൽ വരുന്നതിൻ്റെ ഏറ്റവും വലിയ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ സൺ ബാത്ത്, അതായത് സൂര്യരശ്മി കൊണ്ടുള്ള കുളിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സൂര്യരശ്മി കൊണ്ടുള്ള ആ കുളി അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് ഈ പറഞ്ഞ സൂര്യരശ്മിയാണ്. അപ്പോൾ അതാണ് നമുക്ക് ആ സൂര്യകീർത്തനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും പിന്നെ കീർത്തിയായതുമായിട്ടുള്ള വാക്ക്. അപ്പോൾ അതിനെ നമുക്ക് വേണ്ട കണക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതുകണക്ക് തന്നെ ശ്രേഷ്ഠമായ ഒരു വസ്തുവാണ് ഈ ചക്ക എന്ന് പറയുന്നത്. ഈ പഴവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതും അതുകണക്ക് തന്നെ പോഷകത്തിൻ്റെ ഒരു കലവറയുമായിട്ടുള്ളതാണ് ഈ ചക്ക. അപ്പോൾ ഈ ചക്ക നമ്മളെല്ലാവരും അത് പ്രമേഹ രോഗത്തിന് ഏറ്റവും നല്ല ഒരു അനുയോജ്യമായ ഒരു ഔഷധവും കൂടിയാണ് ഈ ചക്ക. അത് കണക്ക് തന്നെ ശരീരത്തിൽ വേണ്ട എല്ലാ പോഷകാഹാരങ്ങളും നിറഞ്ഞ ഒരു വസ്തുവും കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ഈ വസ്തു അല്ലെങ്കിൽ ഈ ചക്ക നമ്മളെല്ലാവരും വേണ്ട രീതിയിൽ നല്ല രീതിയിൽ അത് ഉപയോഗിച്ച് അതിന് വേണ്ട എല്ലാ ഫലങ്ങളും, അതിൻ്റെ ഈ പഴുത്ത് വീഴുന്ന ഇലകൾ പോലും തിളപ്പിച്ച് കഴിച്ചാൽ പ്രമേഹ രോഗത്തിന് ഒരു പരിധി വരെ ഒരു ശമനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം അത് ചെയ്യുമാറാകും എന്ന് വിശ്വസിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ പറയാം: 99 61 87 62 95. ഇതാണ് ഒരു നമ്പർ. അടുത്തൊരു നമ്പർ കൂടി ഞാൻ പറയാം, അതായത് 62 38 49 76. ഇതാണ് വേറൊരു നമ്പർ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് നമ്പറിലും ഞാനുമായിട്ട് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതെല്ലാം ഇത് കണക്ക് മറ്റുള്ളവർക്കും കൂടെ ഇത് പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും സർവേശ്വരൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.